എങ്ങനെയുണ്ടോ? കൈ തരിക്കുന്നു സാറേ. കക്കാനാ? കക്കാനും വായിക്കാനും. എടാ പെരുങ്കള്ള, തനിക്ക് ഞാനിത് വാങ്ങിച്ചു തരാൻ പോവാ, മനസ്സിലായോ? ഓ, വാങ്ങിച്ചു തന്നില്ലെങ്കിലും കാണിച്ചു തന്നാ മതി സാറേ. സ്ഥലം മനസ്സിലായല്ലോ. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? ഓ, കട്ടെടുത്തതാരാണ്? ഒന്നുകൊണ്ടു വേലി കെട്ടിയിട്ടും എൻ്റെ കൽക്കണ്ട കിനാവു പാടം കൊയ്തെടുത്തതാരാണ്? ഓ, കൊയ്തെടുത്തതാരാണ്? അന്നത്തെ അന്തിയിൽ അത്താഴപാത്രത്തിൽ അമ്മതൻ കണ്ണീരോ തിളച്ചിരുന്നു. അങ്ങനെ ഞാനെന്നും കരഞ്ഞിരുന്നു. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? ഓ, കട്ടെടുത്തതാരാണ്? കിളിച്ചുണ്ടൻ മാവിൽ കണ്ണെറിഞ്ഞെന്നു ഞാൻ കനിയൊന്നു വീഴ്ത്തി ഒളിച്ചു വെച്ചു. നീ അത് കാണാതെ കാറ്റിന്റെ മറവിലൂടക്കരയ്ക്കെങ്ങോ തുഴഞ്ഞുപോയി. കടവത്ത് ഞാൻ മാത്രമായി. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? പൊന്നുകൊണ്ടു വേലി കെട്ടിയിട്ടും എൻ്റെ കൽക്കണ്ട കിനാവു പാടം കൊയ്തെടുത്തതാരാണ്? അദ്ദേഹം ഒരു വലിയ ആളായിരുന്നു. ഞാൻ പോട്ടെ പെങ്ങന്മാരെ. രേണു, നീ എന്റെ മൊബൈൽ കണ്ടോ? ഇവിടെ വച്ചിരുന്നു. എന്റെ പേഴ്സും കാണാനില്ല.
നോക്കാനോ? ഏത് പാലത്തിന്റെ? ബോർഡ് തിരിച്ചറിയാൻ പറ്റോ? ആ, ഓക്കെ ഓക്കെ. ആ, ആരാ ആത്മഹത്യ ചെയ്തത്? ഞങ്ങളല്ല. ഇരിക്കൂ. ഞങ്ങളൊരു സ്ക്വാഡാണ്. സ്ക്വാഡ് സ്റ്റഡിങ് സൂയിസൈഡ്സ്, SS സൂയിസൈഡ്സ്. കേരളത്തിൽ സംഭവിക്കുന്ന ആത്മഹത്യകൾ പഠിക്കുക. ഇന്ത്യയിൽ ആത്മഹത്യകളുടെ കാര്യത്തിൽ നമ്മൾ 1-ാം സ്ഥാനത്താണല്ലോ. അതിൻ്റെ കാരണങ്ങൾ എക്കണോമിക്കൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ കണ്ടെത്തുക. ഇതാണ് ഞങ്ങളുടെ മിഷൻ. ഞാൻ ഡോക്ടർ കാലിഗാരി. ഇനി പറയണം, ആരാള് ഡീറ്റെയിൽസ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഗോപിനാഥ മേനോൻ ആത്മഹത്യ ചെയ്തത് 2002 മാർച്ച് 2-ന്. ഗോപിനാഥൻ മേനോൻ. Look there. ഇയാളുടേതൊരു സ്ട്രേഞ്ച് കേസാ. വ്യക്തമായ ഒരു മോട്ടീവ് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇത് ശ്യാമള, ഗോപിനാഥൻ മേനോന്റെ ഫ്ലാറ്റിലെ ജോലിക്കാരിയായിരുന്നു. മരിക്കണേന്റെ തലേദിവസം രാത്രി ഗോപിനാഥ മേനോൻ കൂട്ടുകാരുമായി ഫ്ലാറ്റിൽ മദ്യപിച്ചിരുന്നു. വെറുതെ സെഞ്ചുറി അടിച്ചിട്ട് എന്ത് കിട്ടാനാ? നീ മഗ്രാത്തിന്റെ ബോളിംഗ് കണ്ടോ? എന്താ സ്പീഡ്! എടാ, അമ്പയർ ഇങ്ങനെ LB വിളിച്ച് കൈ പൊക്കിയാൽ അത് ഔട്ടാണ്. ഇത് ശരിയാവൂല. ഈ സമൂഹ മദ്യപാനം ഇവിടെ പറ്റൂല. ഇതെന്റെ വീടാണേ. ഞാൻ നിങ്ങളുടെ അവിടെ ഒന്ന് മദ്യപിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു മര്യാദക്കാ ഒരു തവണ ഇവിടെ ആയിക്കോട്ടെ എന്ന് വെച്ച്. ബട്ട് ദിസ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. ഞാൻ അങ്ങോട്ടും വരുന്നില്ല. വല്ലപ്പോഴും മദ്യപിക്കണം തോന്നുകയാണെങ്കിൽ ഞാൻ തനിച്ച് തന്നെ ആയിക്കോളാം. ഈ ഗ്രൂപ്പ് മദ്യപാനം വേണ്ട. ഇന്നിപ്പോ ഏതായാലും നടക്കട്ടെ, ഇനി വേണ്ട. ഇതിപ്പോ ഗോപിനാഥൻ സാർ ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ ഇരിക്കണ്ടെന്നാണ്. നമുക്ക് പോവാം. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഉദ്ദേശിച്ചു എന്ന് കരുതിട്ട് പോവാണെങ്കിലും എനിക്ക് വിരോധമൊന്നുമില്ല. വാടാ, പോവാ. വാടാ. എടി, നിനക്കൊക്കെ ബാറിൽ നിന്ന് മദ്യം മേടിച്ചു തരണം അല്ലേ? ഭക്ഷണം റെഡിയായി, ഞാൻ പൊയ്ക്കോട്ടെ? ശ്യാമള പോയാലെങ്ങനെ? ഭക്ഷണം കഴിക്കണ്ടേ? അവരൊക്കെ പോയി.